ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മത്തനിലയും ഉണക്കയിലയും വെച്ചിട്ട് നല്ലൊരു തോരനാണ്. ചോറിന് കൂട്ടാൻ നല്ലൊരു തോരനാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ കുറച്ച് അയല ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണിത്. ഇതിൻ്റെ ഉപ്പൊക്കെ നല്ലപോലെ ഒന്ന് പോയി കിട്ടട്ടെ. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് മത്തനില എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ ചെറിയ തണ്ടുകളൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ഊരിയെടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതൊന്ന് കുഴച്ച് കൊടുത്താൽ ഇതിൻ്റെ ഈ ഓരമുള്ള ഇലയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 3 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളി. ചെറുതായതുകൊണ്ടാണ് 3 എടുത്തത്, അല്ലെങ്കിൽ 2 മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി പോകരുത്. ഒരു 3 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണ്ട. ഇതുപോലെ മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, വെള്ളം ചേർക്കരുത്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കറിക്ക് നല്ല വെളിച്ചെണ്ണ കേട്ടോ, കറിയല്ല തോരന്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 6 7 ഉലുവ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മത്തനില ചേർത്ത് കൊടുക്കാം. മത്തനില ഒന്ന് വാട്ടിയെടുക്കാം. ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അയല ചേർത്ത് കൊടുക്കാം. അയല ഞാൻ മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാക്കി മുറിച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. കുറച്ച് മതി, കൂടി പോകരുത്. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം മതി. ആ മസാലയൊക്കെ അതിൽ പിടിച്ചു വരുമ്പോൾ മീനിൽ ഒന്ന് പിടിച്ചു വരണമല്ലോ, അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ഇതിൽ ചേർക്കണ്ട കേട്ടോ. ഉപ്പ് ഈ മീനിൽ തന്നെ ഉണ്ടാവും, നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിച്ചു പോകും. മെല്ലെ ഇളക്കി കൊടുത്താൽ മതി, മീനൊക്കെ ഉടഞ്ഞു പോകും. അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റി വെന്ത് വരുന്നുണ്ട്. ഒന്നും കൂടെ മൂടി വെച്ച്
ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതായിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചോറിന്. കറിയൊന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. വീഡിയോക്ക് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണേ.